അപ്പോൾ ഒരിക്കൽ കൂടി ഹായ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ദേഷ്യവും പകയും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്നേഹവും വെറുപ്പും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഉം. അവിടെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായി ഫീൽ ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നൊക്കെ ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ ഇതൊന്നും ഫീൽ ചെയ്യില്ല. ഒന്ന് പതിയെ മാറും അതൊക്കെ കേട്ടോ. ദേഷ്യവും പകയും പോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് സ്നേഹവും വെറുപ്പും. മനുഷ്യരെ എപ്പോഴും ദേഷ്യം തോന്നുക എന്ന് പറയുന്നത് ഒരു രൂപം കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സിറ്റുവേഷനിലൂടെ ആയിരിക്കും വെറുപ്പുണ്ടാവുക. ഒരാളെ കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പ്, ഇല്ലെങ്കിൽ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് വെറുപ്പ്, ഇല്ലെങ്കിൽ ചില സാഹചര്യം പെട്ടെന്ന് വരുമ്പോൾ പെട്ടെന്ന് വെറുപ്പ്, അതോടൊപ്പം ദേഷ്യം ഉണ്ടാവും. ഇത് നമുക്ക് ചെറുപ്പം മുതലേ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ മനസ്സ് നേടിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ മനസ്സുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രൂപത്തിൽ നിന്നാണ്. സത്യത്തിൽ നിങ്ങൾ വെറുക്കുന്നത് മറ്റൊരാളെ നിങ്ങൾ വെറുക്കുന്നതല്ല, നിങ്ങളുടെ ഈഗോ മറ്റൊരാളെ വെറുക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സാണ് മറ്റൊരാളെ വെറുക്കുന്നത്. ഈഗോ. ഒരാളെ കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം തോന്നുന്നത്, വെറുപ്പ് തോന്നുന്നത് നിങ്ങളുടെ ഈഗോക്കാണ് വെറുപ്പ് തോന്നുന്നത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഒരു ട്രിക്ക് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ. ശരിയാ, ചില ആളുകളെ കാണുമ്പോൾ ദേഷ്യം തോന്നും, ചില രൂപം കാണുമ്പോൾ ദേഷ്യം, ചിലരുടെ സംസാരം കേൾക്കുമ്പോൾ ദേഷ്യം തോന്നും. അത് നിങ്ങൾ ആ ഈഗോയെ സ്നേഹിക്കണം. പിശാചിനെ വെറുക്കരുത്. ഏ പിശാചിനെ വെറുക്കാൻ പാടില്ല. പിശാചിനെ വെറുക്കാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഉം. പിശാചിനെ മാറ്റി നിർത്തണം, പിശാചുമായി ദൂരം പ്രാപിക്കണം, പിശാചുമായി അകന്നു നിൽക്കണം, പിശാചുമായി നിങ്ങൾ സൗഹൃദ ബന്ധം ഉണ്ടാക്കരുത്. വെറുക്കാൻ എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഇവിടെയാണ് സ്നേഹവും വെറുപ്പും തെറ്റിദ്ധരിക്കപ്പെട്ടത്. ആ ഒരു പരിചയമില്ലെങ്കിലും ചിലരെ കാണുമ്പോ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ ദേഷ്യം തോന്നുക. അവിടെ നിങ്ങൾ സ്വയം കെട്ടിപ്പടുത്തെടുത്തിയ ഒരു ഈഗോമിസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ്, അല്ലെങ്കിൽ ഒരു പിശാജ്. ആ പിശാജാണ് മറ്റൊരു പിശാജിനെ ദേഷ്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വീട്ടില്
സ്ഥിരം വഴക്കുണ്ടാക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ സ്ഥിരം വഴക്കുണ്ടാക്കുന്ന മക്കളുണ്ടാവും പല വീടുകളിലും. ഒരിക്കലും നിങ്ങൾക്ക് ആ പിശാചിനെ വഴക്ക് പറഞ്ഞ് അടിച്ച് ബഹളം ഉണ്ടാക്കി, എടാ നീ വഴക്കുണ്ടാക്കിയാ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാലോ, നീ ഇനിയിപ്പൊ ഇപ്പൊ ചത്തു പോകുമെന്ന് പറഞ്ഞാലും അവരുടെ വഴക്ക് തീരാൻ പോകുന്നില്ല. തീരൂല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ചില പ്രായമായ മാതാപിതാക്കൾ ഉണ്ടാവും, തമ്മിൽ ഭയങ്കര അടിയായിരിക്കും. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇനി ഇത്ര വയസ്സായില്ലേ, നിങ്ങൾ ഇനി എന്നെ ഈ വഴക്കുണ്ടാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നിർത്താൻ അവരെ കൊണ്ട് പറ്റൂല. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഈ വഴക്കുമായിട്ട് പോണത്, നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാലും ആ വഴക്ക് നിൽക്കൂല. നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് കൂട്ടിക്കോ. ആ കുട്ടിയെ നിയന്ത്രിച്ചും വഴക്ക് പറഞ്ഞും നിങ്ങൾക്ക് അവരെ നേരെയാക്കാൻ പറ്റില്ല. അവിടെയാണ് നിങ്ങൾ അവരുടെ ഈഗോയെ സ്നേഹം കൊണ്ട് മാത്രമാണ് ആ വഴക്ക് തീർക്കാൻ പറ്റുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നല്ല ഉടുപ്പ് മേടിച്ചു കൊടുക്കുക, നല്ല മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുക, നല്ല കാറ് മേടിച്ചു കൊടുക്കുക, നല്ല മുത്തം കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് സ്നേഹം എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും. സ്വാഭാവികം. അതൊന്നുമല്ല സ്നേഹം. നിങ്ങൾ അവരുടെ ഈഗോയെ, അതായത് അവരുടെ ഉള്ളിലുള്ള പൈശാചിക ശക്തിയെ സ്നേഹിക്കുന്നതാണ് സ്നേഹം. അപ്പോൾ ആ ഉള്ളിലുള്ള പൈശാചിക ശക്തിക്ക് പോലും തോന്നണം. എങ്ങനെ? കണ്ടോ, ഈ ഒരു മനുഷ്യൻ വേറെ വ്യത്യസ്തമാണ്. ഇവൻ എൻ്റെ ഉള്ളിലുള്ള പൈശാചിക ശക്തിയെ കൂടി സ്നേഹിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, നിങ്ങളുടെ വീട്ടിലൊക്കെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. വലിയ വൻ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് ഞാൻ മിറാക്കിൾ മിഷൻ എന്ന് പേരിട്ടെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അത് വൻ അത്ഭുതമാണ് സംഭവിക്കുക. അപ്പൊ പിന്നെ മിറാക്കിൾ അല്ലേ, ഒരു മിഷൻ അല്ലേ എല്ലാ വീട്ടിലും. ലോകത്തെല്ലാം ഡെവലപ്പ് ചെയ്യാം, ഈ മനസമാധാനം മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നാ, അതെന്തേ, അതിന് മാത്രം എന്നാ തടസ്സം? മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യാം, ഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാം, കാർ അപ്ഡേറ്റ് ചെയ്യാം, മനുഷ്യന്റെ ചികിത്സാ സംവിധാനങ്ങൾ മുഴുവൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ല, ഇത് മാത്രം എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം? ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പറയും, ആ ഇത് അപ്ഡേറ്റ് ചെയ്യല്ലേ, ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ആരാണവർ? വലിയ പണ്ഡിതന്മാർ. വേറെ ആർക്കും ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവകാശമില്ല. എന്നാ ശരി, വിട്ട്. ഒരു സാധാരണക്കാരന്, സാധാരണക്കാരന് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണക്കാരാ. ഉം. അതായത് നമ്മളിപ്പോ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഒരു കുട്ടി, നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യാ? ആദ്യം പറയും, മോനെ വഴക്കുണ്ടാക്കല്ലേ, ഒരു നിയന്ത്രണം വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യം വരും. മിണ്ടാതിരിക്കാനല്ല എന്നോട് പറഞ്ഞേ. ഉദാഹരണം കേട്ടോ, ഒരു ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇറിറ്റേഷൻ തോന്നുവാണ്, നമ്മുടെ ഉള്ളിൽ ഇറിറ്റേഷൻ തോന്നുവാണ്. ആ കുട്ടി ചെയ്യുന്ന പ്രവൃത്തിയോ, അല്ലെങ്കിൽ പറയുന്ന ഒരു വാക്കോ, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു രീതിയോ, അല്ലെങ്കിൽ നമ്മോട് പെരുമാറുന്ന ഒരു ഒരു ഘടകമോ നമുക്ക് ദേഷ്യം തോന്നുവാണ്. ലാസ്റ്റ് നമ്മൾ ചിലപ്പോൾ വടിയെടുക്കും, അടിക്കും, അടിച്ച് നിയന്ത്രിക്കും, വഴക്കുണ്ടാക്കും, കുറച്ചു നേരം കുട്ടി മിണ്ടാതിരിക്കും, നമ്മൾ വിചാരിക്കും ഈ പ്രശ്നം സോൾവ് ആയി എന്ന്.
ഒരിക്കലും ആ പ്രശ്നം സോൾവ് ആകുന്നില്ല. അവിടെ നിങ്ങൾ ആ കുട്ടിയുടെ ഈഗോയെ നിങ്ങളുടെ ഈഗോ കൊണ്ടാണ് നിയന്ത്രിച്ചത്. അതേസമയം ആ കുട്ടി വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് വളരെ കൂളായിരുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞു പോസ്, നിങ്ങളൊന്ന് പോസായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴക്കുണ്ടാകുന്നത്, ഇവന്റെ ഉള്ളിൽ ഒരു ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റൈസ് ആകുന്നത്, ഇവക്കടെ ഉള്ളിൽ ഒരു ഈഗോ റൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഈഗോയെ കൂടി സ്നേഹിക്കുന്നു. എന്തോ കാരണം അവരുടെ ഉള്ളിൽ പുകയുന്നത് കൊണ്ടാണ് അവര് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. ഞാൻ അതിനെ സ്നേഹിക്കുന്നു. ആ പൈശാചിക ശക്തിയെയും ഞാൻ സ്നേഹിക്കുന്നു. അതിനെ സ്നേഹിക്കാൻ പാടില്ല. അതിനെ വെറുക്കാനാണ് നിങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത്. വെറുക്കാനല്ല, അതിനെ അകറ്റി നിർത്തണമെന്നാണ് പറഞ്ഞത്. നിങ്ങളിൽ നിന്ന്, മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരാളുടെ ഈഗോയെ അകറ്റി നിർത്താൻ പറ്റൂല. നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം. പക്ഷേ മറ്റുള്ള ഒരാളുടെ ഈഗോനെ നമ്മൾ സ്നേഹിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ പൈസ മേടിച്ചു കൊടുക്കുന്നതും വലിയ കാർ വാങ്ങണതും വലിയ ഫോൺ വാങ്ങിക്കൊടുന്നതും ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കൊടുന്നതും ഒന്നുമല്ല. ഇതിനെ സ്നേഹിക്കാൻ ആരും പറയൂല. പിശാചിനെ സ്നേഹിക്കാൻ ആരും പറയൂ. ഞാൻ പറഞ്ഞു അതിനെ സ്നേഹിക്കണം. സത്യത്തിൽ അതിനെ സ്നേഹിക്കണ്ടേ? പിശാചിനെ സ്നേഹിക്കുന്ന വേണ്ടിയോ? വേണോ വേണ്ടയോ? ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടാണെന്നറിയോ ഈ പിശാചിനെ സ്നേഹിക്കണം എന്നുള്ളത്? ഈ പിശാചും ജനിക്കണം എന്ന് വിചാരിച്ച് ജനിച്ചതാ. ഞാൻ ജനിക്കണം പിശാചായി എന്ന് വിചാരിച്ച് ജനിച്ചതാണോ പിശാജ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അല്ല, അതിനും ഒരു കാര്യകാരണമുണ്ട്. അതിനും ഒരു കാര്യകാരണമുണ്ട്. There is a reason. തീർച്ചയായും. അപ്പോ ആ സൃഷ്ടിയെ എന്തുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നില്ല? അതിനെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കൂ. ആ ശക്തി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ സീക്രട്ട്. നിങ്ങളെല്ലാവരും രഹസ്യം അന്വേഷിച്ച് നടക്കണല്ലേ? ഇനി രഹസ്യം പറഞ്ഞില്ല എന്ന് പറയരുത്. ഇനിയുണ്ടോ രഹസ്യം എന്ന് വെച്ചാൽ ഇനി ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇതൊക്കെ വലിയ വലിയ സീക്രട്ടുകളുണ്ട്. അതിലൊരു സീക്രട്ടാണ് ഇത്. 100% പോസിബിൾ. 100% പോസിബിൾ. ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോയെ നിങ്ങൾ തിരിച്ചറിയുകയും അതിനെ നിങ്ങൾ സ്നേഹിച്ച് വശത്താക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഈഗോയെ സ്നേഹിക്കാൻ പറ്റും. നിങ്ങളുടെ ഈഗോയും നിങ്ങളുടെ ലോജിക്കും യുക്തിയും നിങ്ങളുടെ ഭയങ്കര പവറും ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോനെ സ്നേഹിക്കാൻ പറ്റൂല, മറ്റൊരാളുടെ ഈഗോനെയും സ്നേഹിക്കാൻ പറ്റൂല. ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ഈഗോയെ നിലനിർത്തി മറ്റൊരാളുടെ ഈഗോയെ മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. സ്വന്തം ഈഗോയെ ഇല്ലാതാക്കിയാൽ മാത്രമേ മറ്റൊരാളുടെ ഈഗോയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. രണ്ടും വേറെ വേറെ സീക്രട്ടാണ്. രണ്ടും വേറെ വേറെ. ഇത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പിശാചിനെ സ്നേഹിക്കണമെന്ന്? ആരും പറയൂല. ലോകത്ത് ആരും പറയില്ല. ലോകത്ത് ഒരു മനുഷ്യനും പറയൂല. ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞതൊന്നും നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ല. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ല. ലൂസിഫർ എന്ന് പറഞ്ഞാൽ വെറും ലൂസിഫർ അല്ല അത്, കേട്ടോ. ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ലൂസർ അല്ല ലൂസിഫർ. ഈഗോ എന്നത് പൈശാചികതയാണ്. ഓരോ മനുഷ്യനിലുമുള്ള നെഗറ്റീവ് ശക്തിയാണ്. ഈ മറ്റൊരാളുടെ ഈഗോയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഈഗോ കംപ്ലീറ്റ് ഈ ഡെത്തായ മട്ടാവണം. അത് ഇല്ലാതാകണം. അപ്പോ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് മറ്റൊരാളുടെ ഈഗോയെ ലയിപ്പിച്ച് കളയാൻ പറ്റും ആ സ്നേഹത്തിലൂടെ. ആ, നമ്മുടെ ഈഗോ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും വലിയ ട്രിക്ക് എന്താണ്? അത് ചോദിക്കുക. അത് നല്ലൊരു ഐഡിയ ഇതാണ്. നമ്മുടെ ഈഗോ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത്, എനിക്കൊന്നും അറിയില്ല, എന്നേക്കാൾ അറിവ് മുമ്പിലുള്ള ആൾക്കുണ്ട് എന്ന് പറഞ്ഞ് പൂർണ്ണ സമർപ്പണം. അപ്പൊ നിങ്ങളുടെ ഈഗോ അങ്ങ് പോകും. അതുവരെ ഈഗോ പോകില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒത്തിരി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സൈക്കോളജി പഠിച്ചു നോക്കി, അത് പഠിച്ചു നോക്കി, ഇത് പഠിച്ചു നോക്കി. ഓരോ സമയവും ഈഗോ കൂടി, എനിക്കറിയാം, എനിക്കതൊക്കെ അറിയാം, ഞാൻ വലിയ പുള്ളിയാണ് എന്ന് പറഞ്ഞ് ഈഗോ കൂടി കൂടി വന്നതല്ല. ഞാനിതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ വലിയ സൈക്കോളജിസ്റ്റ് ആണ്, ഞാൻ വലിയ കൗൺസിലറാണ്, ഞാൻ അത് പഠിച്ചു, ഞാൻ NLP പഠിച്ചു, EFT പഠിച്ചു, ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ, അതായത് ഓരോ പഠനവും വലിയ, ആ ബുക്ക് വായിച്ചു, ഈ ബുക്ക് വായിച്ചു, ആ അറിവ് നേടി, ഈ അങ്ങനെ വന്നതല്ലാതെ ഈഗോ ഒട്ടും കുറഞ്ഞില്ല. ഈ ഈഗോ കുറയാതെ വന്നപ്പോൾ മറ്റ് ഈഗോകൾ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു രക്ഷയില്ല. എന്നിട്ടും ഞാൻ വിട്ടില്ല. എന്നിട്ടും എൻ്റെ ഈഗോ വിട്ടില്ല. ഞാൻ കടിച്ചു പിടിച്ച് ഞാൻ ഫൈറ്റ് ചെയ്തു. ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല. ഒരു ദിവസം എനിക്ക് മനസ്സിലായി എനിക്ക് ഒന്നും അറിയാൻ പാടില്ല, ഞാൻ വെറും പൊട്ടനാണ്. എന്നേക്കാൾ അറിയാവുന്ന ഒരാൾ എൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളൊരു ഒരു സിസ്റ്റത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെക്കാൾ അറിയാവുന്ന ഒരാള് അപ്പുറത്തുണ്ട്. അതിനേക്കാൾ കൂടുതൽ എനിക്കറിയാൻ തോന്നിയാലോ? അപ്പൊ നമ്മുടെ ഈഗോ പോകും. എന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ടോ? ശരിയാ, എന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ട്. അപ്പൊ എനിക്കൊന്നും അറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിനല്ലടോ, അതിനല്ലേ മോശയുടെ മുമ്പില് ഖദിർ വന്നത്. ഉം. മോശയുടെ മുമ്പിൽ ഖദിർ വരാൻ കാരണം എന്നാ? എന്തിനാ അങ്ങനെ ഒരു ആവശ്യം അവിടെ? ഉം. അർജുനന്റെ മുമ്പില് ശ്രീകൃഷ്ണൻ വന്നത് എന്തിനാ? വരണ്ടായിരുന്നല്ലോ. ഉം. പ്രവാചകന് മുന്നിൽ ജിബ്രീല് വന്നെന്തിനാ? മലാഖ. ഉം. യേശുവിന് മുന്നിൽ എന്തിനാണ് കർത്താവായ ദൈവം തമ്പുരാൻ തന്നെ വന്നത്? ഉം. വരണ്ടായിരുന്നല്ലോ. എന്നാണ് ലോകാവസാനം എന്ന് ഈ പ്രവാചകന്റെ അടുത്ത് ഈ മാലാഖയായ ജിബ്രീൽ വന്ന് ചോദിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ എന്നേക്കാൾ അറിയാവുന്നത് താങ്കൾക്കാണ്, ചോദ്യം ചോദിച്ച താങ്കൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ എന്തിന്? എവിടെയോ അതിനേക്കാൾ കൂടുതൽ എവിടെയോ കുറച്ച് അറിയാവുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ദൂതുണ്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അത് അക്സെപ്റ്റ് ചെയ്യാനാണ് മനുഷ്യന് ഏറ്റവും വിഷമം.
അവിടെയാണ് നമ്മുടെ ഈഗോ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളും എനിക്കറിയാം. നമ്മുടെ കാര്യം നമുക്കറിയാൻ പാടില്ലാന്നേ. നമ്മൾ വിചാരിക്കും അറിയാന്ന്. നമ്മുടെ കാര്യം അറിയാമെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും ശരിയാക്കണ്ടേ നമ്മള്? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ശരിയാക്കട്ടെ. നമ്മുടെ കാര്യം എല്ലാം അറിയാമെങ്കിൽ അറിയാൻ പാടില്ല സത്യത്തില്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. ലോകത്തെല്ലാ സിസ്റ്റവും അപ്ഡേറ്റ് ചെയ്തു. എന്തുകൊണ്ട് ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്നില്ല? ഈ സിസ്റ്റമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും, ഇത് ലൈവ് ഞാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും വീണ്ടും നിങ്ങൾ ഈ വിഷയം എടുത്ത് കേൾക്കണം. മനസ്സിലാകാത്തവർ മനസ്സിലാക്കണം. അത് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ശരിക്കും ഒരു പരിശീലകരായി മാറുകയാണ്. വരുന്ന ഇതും കൊണ്ട് നിങ്ങൾ സ്വയം ഇതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇതിനെ പഠിപ്പിക്കാൻ കഴിയുന്ന ആളായി മാറാൻ പോവുകയാണ്. ഒരു സെക്കൻഡ്. ആ, ഇവിടെയാണ് നമ്മൾ കോസ്മിക്കായ ഒരു ബുദ്ധിയുണ്ട്. ദിവ്യ ബുദ്ധിയുടെ വാസ്തുവിദ്യ ഞാൻ ഇന്നലെ പറഞ്ഞു. അത് പഠിക്കണമെങ്കിൽ ആശാരിയുടെ അടുത്ത് തന്നെ പോകണം. വേറെ ആരുടെ അടുത്ത് പോലും പഠിക്കാൻ പറ്റൂല. സ്കില്ല് സ്കില്ല് പഠിക്കണമെങ്കിൽ ആശാരിയുടെ അടുത്ത് പോകണം. ഉം. അറിവ് പഠിക്കണമെങ്കിൽ എഞ്ചിനീയറുടെ അടുത്ത് പോകണം. ഉം. എല്ലാ മനസ്സുകളുടെയും പിന്നിലെ മനസ്സ്, അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ മാസായിട്ടുള്ള ഒരു മനസ്സിനെ കണ്ടു. അതിനെയും പിന്നിലൊരു മനസ്സില്ലേ? അതിനെയും പിന്നില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മനസ്സ്, സമൂഹ മനസ്സ്, അതിനെയും പിന്നിലൊരു മനസ്സ്. ആ മനസ്സാണ്. ഒരു ഇല നോക്കൂ, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെ നോക്കൂ, നിങ്ങളുടെ ശ്വാസകോശത്തെ ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ ശ്രദ്ധിക്കൂ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഗാലക്സികളെ മുഴുവൻ നോക്കൂ. എല്ലായിടത്തും ഒരു ക്രമമുണ്ട്. അതായത് ഭൗതിക ശാസ്ത്രത്തിന് മുമ്പേ ഒരു ബുദ്ധിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഭൗതിക ശാസ്ത്രത്തിന് മുമ്പേ ഒരു ബുദ്ധി. മുഴുവൻ ഗാലക്സികളെ നിങ്ങൾ നോക്കിക്കോളൂ. ഒരു ക്രമമുണ്ട് ഇവിടെ. ആ നിയമത്തിന് മുന്നിൽ ഒരു അറിവുണ്ട്, അല്ലേ? ഒരു ക്രമം എന്ന് പറഞ്ഞാൽ ഒരു റൂളാണ്. ആ റൂൾ ഉണ്ടാക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു അറിവുണ്ടാവണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒരു റൂൾ, നമ്മൾ ഇന്നത് ഇന്ന പോലെ രാവിലെ കൃത്യമണിക്ക് സൂര്യൻ ഉദിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അങ്ങനത്തെ ചില റൂൾ ഉണ്ടാക്കണം. ഈ റൂളിന് മുമ്പ് ഒരു അറിവില്ലേ? ആ അറിവുണ്ടെങ്കിലല്ലേ ഈ റൂൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ അറിവാണ് ആ സത്യം. അത് ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പോയി ചിന്തിക്കണം. ഈ ഡീപ്പായി പോയി ചിന്തിക്കുമ്പോഴേ നമുക്ക് ആ എൻഡിലായിട്ട് എത്താൻ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിരീശ്വരവാദിയാകും. അത്രയും ഡീപ്പിൽ പോകണം. നിരീശ്വരവാദിയേക്കാൾ 1000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. 1000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഞാൻ എന്തിനു വന്നു? എങ്ങനെ വന്നു? 1000 ക്വസ്റ്റ്യൻ ചോദിക്കണം. അവര് ഒരിടത്ത് വരുമ്പോൾ നിർത്തുക.
അവര് മനുഷ്യൻ എന്ന ഭൗതിക ശാസ്ത്രത്തിന് അവിടം വരും നിർത്തും. അതിനപ്പുറമുള്ള ബുദ്ധിയെക്കുറിച്ച് അവർ ചോദ്യം ചോദിക്കണില്ല. അവിടെ നിൽക്കുവാണ്, അവിടെ സ്റ്റക്കാവുകയാണ് അവിടെ. ഈ മതവാദികളോടും ഈ മതശിഷ്യത്തോടെല്ലാം നിങ്ങൾ അതിനപ്പുറമുള്ള ചോദ്യം ചോദിക്കണമെന്ന്. എന്തിനെ ചെറിയ ചോദ്യം ചോദിച്ച് അവിടെ നിർത്തണത്? ഇൻഫിനിറ്റി നഷ്ടപ്പെടാതെ ബോധം പ്രപഞ്ചത്തിലേക്ക് എങ്ങനെ ക്രമീകരിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അനന്തത നഷ്ടപ്പെടാതെ ബോധം പ്രപഞ്ചത്തിലേക്ക് എങ്ങനെ എങ്ങനെ ഇത്ര കൃത്യമായി ക്രമീകരിച്ചു? അവിടെ ഗണിതശാസ്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതി നിയമം സ്ഥിരതയുള്ളതാണ്. കണക്കുണ്ട് അല്ലേ? കൃത്യമായ കണക്കുണ്ട്. ഗണിതശാസ്ത്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന ടൈം, ഇന്ന സമയം സ്ഥിരതയുള്ളതാണ്. ഒരു നിമിഷം, ഒരു സെക്കൻഡോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. സ്ഥിരതയുണ്ട്. യാഥാർത്ഥ്യം ഘടനാപരമാണ്. സകല സംസ്കാരങ്ങളിൽ നിഗൂഢ ദർശനങ്ങൾ ഒരേ സമയം ഒത്തുചേരുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഏത് മതങ്ങളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിന്റെ ഉള്ളിലൂടെ നിങ്ങൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ നിഗൂഢ ദർശനങ്ങൾ എല്ലായിടത്തും ഒന്നായിട്ട് ഒത്തുചേരുന്നുണ്ട്. എന്തുകൊണ്ട്? അതാ അവിടെയാണ് നിങ്ങൾ നിങ്ങൾ അങ്ങറ്റം പോയി ചിന്തിക്കണം. നിങ്ങൾ എന്നോട് ഭൗതിക ശാസ്ത്രത്തെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അതിനപ്പുറം പോകും നിങ്ങൾ. കോടാനുകോടി ചോദ്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. അതേ ചോദ്യം നിങ്ങളുടെ ഉള്ളിലും വരട്ടെ. എത്രയോ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നു, അത്രയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ ഈസി ആയിട്ട് കണ്ടെത്തി നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. കുഴപ്പത്തിലല്ല ഈ സിസ്റ്റം ഉള്ളത്, ക്രമീകരണത്തിലാണ് ഈ സിസ്റ്റം ഉള്ളത്. അല്ലേ? എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ? ഒരിടത്തും കുഴപ്പമില്ല. ആ ക്രമീകരണം എന്തുകൊണ്ട് കൃത്യമായി പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യനും അതേ ക്രമീകരണത്തിൽ ആയി മാറും. നിഗൂഢ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ദർശനങ്ങൾ. നിങ്ങൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും ഈശ്വരൻ ഒന്നാണ്. ഇപ്പൊ ബ്രഹ്മം, പരബ്രഹ്മം, റൂഹ് നിങ്ങളിലോട്ട് ഊതി, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെയാണ് ദൈവത്തിന്റെ പ്രതിനിധി. ഇങ്ങനെ പറയുന്ന ആ ഒരു നിഗൂഢ ദർശന മിസ്റ്റീരിയസ് ആയിട്ടുള്ള ദർശനങ്ങളുണ്ടല്ലോ ഓരോ മതത്തിലുള്ള, അതെല്ലാം ഒന്നിലേട്ടല്ലേ വരുന്നത്? ഒരേ ഈശ്വരൻ, ഒരു ദൈവം. എല്ലാവരും ഈശ്വര എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവേ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിക്കുന്നു. ഈ വിളിക്കുന്നതെല്ലാം എല്ലാ മനുഷ്യർക്കും ഒറ്റ എല്ലാം അതെല്ലാം ഒന്നിലെ ആ ഒരു സ്ഥലത്തല്ലേ പോയി ഒത്തുചേരുന്നത്. ഇവിടെയാണ് നിങ്ങൾ എല്ലാ ലോഗോകളും ഐഡന്റിറ്റികൾ പരിശോധിക്കണം. ദൈവികമായ കൽപ്പന, സൃഷ്ടിപരമായ വാക്ക്, കോസ്മിക് യുക്തി, ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കണം. ഹൈന്ദവ ദർശന അല്ലെങ്കിൽ ധർമ്മം, കോസ്മിക് ബുദ്ധി എന്നൊക്കെ പറയുന്നുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും കോസ്മിക് ക്രമത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് അടിച്ചേൽപ്പിക്കുന്നതല്ല, അന്തർലീനമാണ്. റിലീജിയൻ, മതങ്ങളാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. മതങ്ങളാണ് വ്യത്യസ്ത ദൈവങ്ങളെ സൃഷ്ടിച്ചത്. ബുദ്ധി പ്രാദേശികമായി എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് ധർമ്മം. മനസ്സിലായില്ലേ? ബുദ്ധി പ്രാദേശികമായി ഓരോ ഭാഷയ്ക്കനുസരിച്ച്, സംസ്കാരങ്ങൾക്കനുസരിച്ച് എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് നിങ്ങൾ ഈ പറയുന്ന ധർമ്മങ്ങൾ. ഋതുക്കളെ കുറിച്ച് വേദങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ഋതുക്കൾ ആ ഇതിനെ പിന്തുടരുകയാണ് ഓട്ടോമാറ്റിക്കായി. ധാർമ്മികമായ അവബോധം ഓട്ടോമാറ്റിക്കായി പിന്തുടരുന്നതാണ്. ശാരീരികമായ രോഗശാന്തി,
ആ ഋതുക്കളെ പോലെ പിന്തുടരുന്നതാണ്. ഒരു 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 പൂച്ചയ്ക്ക്, ആരും നോക്കാനില്ലാത്ത ഒരു പൂച്ചയ്ക്ക് അസുഖം ഉണ്ടായി, അത് എവിടെയെങ്കിലും പോയി തളർന്ന് കിടന്ന് ഓട്ടോമാറ്റിക്കായി അത് ക്യൂറായി വരികയാണ്. ഓരോ ഗ്രഹങ്ങളുടെയും ചലനം ആ കോസ്മിക് യുക്തിയെ അല്ലെങ്കിൽ ആ ശക്തിയെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേദാന്തങ്ങൾ പറഞ്ഞത് ബോധത്തിനുള്ളിലെ ഓർമ്മയാണ് നിയമം, റൂൾ. അത് മനുഷ്യന്റെ വച്ച് നമ്മൾ ചിന്തിച്ചിട്ട് അതിനപ്പുറത്തുള്ള ഒരു കോസ്മിക് യുക്തി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് ഈ ഭൂമിയൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ കൃത്യമായ സമയത്തോട് കൂടിയിട്ട്? ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. യു ആർ വെരി അഡ്വാൻസ്. നിങ്ങളെല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും. പണ്ടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് ഭ്രാന്ത് പിടിച്ചു പോയനെ. ഇപ്പോ വലിയ ബുദ്ധിയും വിവരവും അറിവും ഒന്നും വേണമെന്നില്ല. ഇപ്പൊ നമുക്കത് ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ഈ ഒരു ടെക്നോളജി മാത്രം അഡ്വാൻസ് ആയിട്ടില്ല. കാരണം ഇതിപ്പോഴും ആ പുരാതനമായ ഗോത്രവർഗക്കാരുടെ കൈകളിലാണ്. അതുകൊണ്ടാണ് അഡ്വാൻസ് ആകാത്തത്. പക്ഷെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയി വരുന്നുണ്ട് ഒരുപാട് ആളുകൾ. ഇത് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞില്ലേ, ഒരു കോൺഷ്യസ്നസ് ലോകത്ത് പരക്കുന്നുണ്ട്. ആ കോൺഷ്യസ്നസ്സിലൂടെ എല്ലാവരും വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. എല്ലാം കണക്റ്റഡ് ആണ്. എല്ലാം കണക്റ്റഡ് ആണ്. നാമങ്ങളിലൂടെ ദൈവം സൃഷ്ടിക്കുകയാണ്. ജ്ഞാനി, സംരക്ഷകൻ, സൂക്ഷ്മശാലി, നീതിമാൻ. നാമങ്ങളിലൂടെ ദൈവം സൃഷ്ടിക്കുകയാണ്. ദിവ്യനാമങ്ങളുടെ പാറ്റേൺ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ദൈവിക നാമങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ചുമ്മാ അങ്ങനെ അർത്ഥം അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ. അതിന്റെ പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. പാറ്റേൺ നിങ്ങൾക്ക്, നിങ്ങൾ മലയാളത്തിൽ ഇപ്പൊ സഹസ്രനാമങ്ങളുണ്ട്, 100 നാമങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആ മതം പറഞ്ഞ തന്നെയാണ് ജീവിക്കുന്നത്. അതെ. എല്ലാം ഓൾ ഓവർ വേൾഡ് പൊളിറ്റിക്സ് മതത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ അടിമയാക്കി വെക്കാൻ കഴിയില്ല. ആർക്കും ഒരു ഒരു നിങ്ങൾ നീതി ന്യായം നോക്കിയാന്നേ ചെയ്യുള്ളൂ. അതോടുകൂടി പോയില്ലെല്ലാം. നിങ്ങളൊരു വ്യക്തിയെ നോക്കിയോ, അല്ലെങ്കിൽ മതം നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം നോക്കിയോ, എന്തിന് നിങ്ങളുടെ കുടുംബം നോക്കി പോലും നിങ്ങളൊരു കാര്യം ചെയ്യില്ല. ചെയ്യില്ല. ഒരു കുടുംബം, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാണ് എന്ന് വിചാരിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യില്ല. ദൈവിക നാമങ്ങൾ നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഓരോ നാമവും, എല്ലാ മതങ്ങളിലും ദൈവിക നാമങ്ങളുണ്ട് അല്ലെ. ദൈവം നീതിമാനാണ്, ജ്ഞാനിയാണ്, കരുണക്കടലാണ്, സൂക്ഷ്മശാലിയാണ്, രാജാവാണ്. നിങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചോ. ഏഹ് രാജാതിരാജനാണ്. ഏഹ് എല്ലാം നിങ്ങളാണ്. ഓരോ നാമവും യാഥാർത്ഥ്യത്തിന്റെ ഓരോ നിയമം, ഓരോ റൂൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു റൂൾ, യാഥാർത്ഥ്യത്തിന്റെ ഒരു റൂളാണ് പ്രകടിപ്പിക്കുന്നത്. നോക്കി നിങ്ങൾ ഓരോ നാമവും നിങ്ങൾ എടുത്തിട്ട് ആ രീതിയിലൊന്ന് പരിശോധിച്ച് നോക്കി. ഇത്രയും നാൾ നിങ്ങൾ പരിശോധിച്ച രീതിയിലല്ല. ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നതാണ്. അത് വിട്ടുകളാം. നാമോപാസനയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കളാ. ഓരോ നാമവും ഒരു റൂളല്ലേ നിങ്ങളൊന്ന് നോക്കി. സ്നേഹക്കടല ഒഴുകണം. ആ ദൈവത്തിന്റെ സ്നേഹം എന്താണ്? അത് നിങ്ങളിലൂടെ ഒഴുകണം. അത് കടലായി ഒഴുകണം. അത് റൂളാണ്. റൂളാണ് അത്, റൂൾ. നിങ്ങൾ വായിച്ചു നോക്കുക, അതെല്ലാം റൂളാണ്. ജ്ഞാനി, സംരക്ഷകൻ. നിങ്ങൾ സംരക്ഷകനായി മാറണം.
നിങ്ങൾ സൂക്ഷ്മശാലി, നിങ്ങൾ സൂക്ഷ്മശാലിയായി മാറണം. ഭയമല്ല വേണ്ടത്, സൂക്ഷ്മതയാണ് വേണ്ടത്. നീതിമാൻ, നിങ്ങൾ നീതിമാനായി മാറണം. അല്ല ദൈവത്തിന് മാത്രമുള്ള ഗുണമാണ് ഞാൻ കള്ളനാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എപ്പോഴാണോ അവിടെ, എവിടെയാണോ അവിടെ, അതെനിക്കറിയാൻ പാടില്ല. നിങ്ങള് സ്വയം ഞാനൊരു കള്ളനാണ്, അതെല്ലാം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു നാമങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നിങ്ങൾ ഇതിനെ ഫിസിക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ശാസ്ത്രവുമായി കൂട്ടി, ഗുരുത്വാകർഷണം ഒരു നാമമാണ് അല്ലെ? ഗുരുത്വാകർഷണം ഒരു നാമമാണ്. നാമമാണ് ഗുരുത്വാകർഷണം, നാമമാണ് അല്ലെ? ഒരു നാമല്ലേ ഗുരുത്വാകർഷണം? വളർച്ച, ഗ്രോ, ഒരു നാമമല്ലേ? കരുണ അതുപോലെ തന്നെ ഒരു നാമമല്ലേ? സന്തുലിതാവസ്ഥ ഒരു നാമല്ലേ? ഇറ്റ്സ് എ റൂൾ. റൂളാണത്. റൂൾ. ഇതാണ് ആശാരിപ്പണി. ഇതാണ് ആശാരിപ്പണി, മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ ഒരു ആശാരിയായിട്ട് കണ്ടാൽ മതി. 100%. നിങ്ങളെല്ലാവരും ഡിവൈനാണ്. 100%. നിങ്ങൾക്കേ സംശയമുള്ളൂ, എനിക്കൊരു സംശയമില്ല. എനിക്കൊരു സംശയമില്ല. എനിക്ക് ആശാരിപ്പണിയാ. സൃഷ്ടി എന്നത് ദൈവീക ഗുണങ്ങളുടെ നൃത്തരൂപമാണ്. നൃത്തരൂപമാണ്. സനാർട്ട്. സൃഷ്ടി എന്നത് ദൈവിക ഗുണങ്ങളുടെ നൃത്തരൂപമാണ്. അതാണ് ഡാൻസ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. റൂൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം. ലോഗോകൾ എന്താണ്? യുക്തി, പാറ്റേൺ, ക്രമപ്പെടുത്തൽ, ക്രമം. അവിടെയാണ് നിങ്ങൾ ആദിയിൽ വചനം ഉണ്ടായിരുന്ന ദൈവം പുറത്തു നിന്ന് രൂപകൽപ്പന ചെയ്യുന്നില്ല. ദൈവം ആണ് ഡിസൈൻ. ദൈവം ആണ് ഡിസൈൻ. സകല ലോകയ്ക്കുള്ളും ഉള്ളിൽ ഓരോ ജീവിക്കും ഓരോ ലോഗോകളുണ്ട്. ദൈവം ആണ് ഡിസൈൻ. സകല ലോകയ്ക്കും ഉള്ളിൽ ഓരോ ജീവിക്കും ഓരോ ലോഗോകൾ ഉണ്ട്. ദൈവം പുറത്തു നിന്ന് രൂപകൽപ്പന ചെയ്യുന്നില്ല. സകലതും എല്ലാം ദൈവിക യുക്തിയിൽ പങ്കെടുക്കുന്നുണ്ട്. പങ്കാളികളാണ്. സൃഷ്ടിയിലല്ല, യുക്തിയിൽ. എല്ലാം ഈ യുക്തിയിലും സൃഷ്ടിയിലുമുള്ള ഇത് മനസ്സിലാവാത്തതാണ് മനുഷ്യന്റെ പ്രശ്നം. അവിടെയാണ് നീ എന്റെ പണി തുടങ്ങി എന്ന് ആദമിനോട് ദൈവം പറഞ്ഞത്. അല്ലാതെ പഴം നിന്നിട്ട് ചവിട്ടി പുറത്താക്കിയതല്ല. നീ എന്റെ പണി തുടങ്ങി. നമ്മൾ പഴം നിന്നിട്ട് ചവിട്ടി പുറത്താക്കിയതാന്ന് വിചാരിച്ചിരിക്കുന്നത്. പഴം നിന്നും എടുത്ത് തൂക്കി ഭൂമിയിലോട്ട് ഒരൊറ്റ ഏറ്. എവിടെ നിന്ന്? ലോകത്തിന്റെ അങ്ങേ. ഓ, ഒരു കല്ല് വന്നാൽ, ഒരു കല്ല് ആകാശത്തിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് കത്തി തീർന്ന് പൊടി പടലമായി പോകും. അന്നേരമാണ് മണ്ണ് എടുത്തിട്ട് എറിഞ്ഞ് താഴോട്ട് ചവിട്ടി താഴോട്ട് ഇട്ടത്. അത് അന്ന് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ആ കാലഘട്ടത്തിലുള്ള ആളുകളെ, അന്ന് ആ കാലഘട്ടത്തിൽ ആ രീതി
കാരണം ദേ ആർ നോട്ട് ഡെവലപ്ഡ്. അവർ ഡെവലപ്പ് ആയിരുന്നില്ല. ആ ആളുകളോട്, ഇതൊന്നും അറിയാത്ത, ഈ എനർജിയും അതും ഇതും ഒന്നും അറിയാത്ത ആളുകളോട്, ഈ യൂണിവേഴ്സും ഈ ഭൂമി കറങ്ങുന്ന വെറും പരന്നതായിരുന്നു ഭൂമി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് ചാടിപ്പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോട് ഇതല്ലാതെ പിന്നെ എന്ത് പറയണം? അവരോട് പറയുകയാണ് എനർജി, ദിസ് ഈസ് എനർജി, അത് ഇങ്ങനെയാണ് ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കുന്തം മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നീ ആപ്പിള് തിന്നതാണ്. പുള്ളി പോയി ആപ്പിള് തിന്നപ്പോ ഇങ്ങനെയായതാണ്. ഇന്നും അത് പറഞ്ഞാണ്, സത്യം, ഇന്നും അത് പറഞ്ഞാണ് അവൻ. ഇന്നും അത് പറഞ്ഞ് അതിന്ന് അപ്ഡേഷൻ ചെയ്യുന്നില്ല. എന്താന്ന് അറിയില്ല, പിന്നെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാ? ഇവിടെയാണ് ആളുകൾ ഈ ദൈവീകമായ ബുദ്ധിയുമായി യോജിക്കുമ്പോൾ വ്യക്തത, ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാരിറ്റി, നിർബന്ധങ്ങളെല്ലാം നിങ്ങളുടെ ദുർബലമാകും. ഒരു നിർബന്ധം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതറിയണം, ഇതറിയണം, ഞാൻ അറിയണം, ഞാൻ അറിഞ്ഞാലേ ഈ പണി നടക്കും, ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവൂല. ധാർമ്മികമായ അവബോധം ഓട്ടോമാറ്റിക്കായി ഉണ്ടാവും. ആരും പറഞ്ഞു തരണ്ട അത് ശരി ഇത് തെറ്റ്, ആരും പഠിപ്പിക്കണ്ട. എന്നോട് വന്ന് ഈ കുട്ടികളെ ഇത് ചെയ്യത് ഞാൻ പറയാറുണ്ടല്ലോ, കുട്ടിക്ക് നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കണം. ഒരു കുട്ടിയുടെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ട് ധാർമ്മിക അവബോധമുണ്ട്. സർഗാത്മക ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നിങ്ങളുടെ സംസാരം, അല്ലെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ വര, ഡാൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവഹിക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക് ആയിട്ട് സമന്വയങ്ങൾ എല്ലാമായിട്ടുള്ള യോജിപ്പ്, മറ്റു ആളുകളുമായും സമൂഹമായിട്ടും പ്രപഞ്ചവുമായിട്ടും നിങ്ങൾ ജീവിക്കുന്ന സിസ്റ്റവുമായിട്ടൊക്കെ സമന്വയം, എല്ലാമായിട്ടുള്ള യോജിപ്പ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ, ബോഡിക്കുള്ളിലുള്ള നിങ്ങളുടെ നാഡീവ്യൂഹം സ്ഥിരപ്പെടും. നാഡി ഇറ്റ് ഈസ് നാഡീവ്യൂഹം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സംവിധാനമാണ്. വളരെ ലൈറ്റ്, അത് സ്ഥിരം, അത് വളരെ, അതായത് ഈ പ്രപഞ്ചക്രമത്തിനനുസരിച്ചായിട്ട് മാറും. അവിടെയാണ് ഹീലിംഗ് നടക്കുന്നത്. ആത്മീയതയിൽ മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യരുത്. സത്യം. ആത്മീയതയിൽ മാത്രം നിങ്ങൾ അപ്ഡേഷൻ ചെയ്യാൻ പാടില്ല. അത് ഞങ്ങളുടെ കുത്തകയാണ്, ആരുടെയൊക്കെയോ കുത്തകയാണ്. അതെന്താണ് പ്രശ്നം? ഏ കഴിഞ്ഞ ദിവസം ചോദിച്ചോട്ട്, നിങ്ങൾ എല്ലാരെയും കൂട്ടണ എന്തിനാ? നിങ്ങളുടെ മതക്കാരെ കൂട്ടി. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊരു, ഈ മതം എന്ന് പറഞ്ഞിട്ടൊരു പേര് പറയാനില്ലല്ലോ. ഏ അതന്നെ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ആണ് എന്നോട് ചോദിച്ചത്. ഉം. സത്യം. പിന്നെ നമ്മൾ ഒന്നിനെയും വക വെക്കില്ല, ഒന്നിനെയും ഭയക്കില്ല നമ്മള്. പ്രപഞ്ച പ്രവാഹത്തെ ചെറുത്തു നിൽക്കുന്നതിൽ നിന്നാണ് സകല കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നത്. പ്രപഞ്ച പ്രവാഹത്തെ, ആ ഒഴുക്കിനെ, ആ ഫാസ്റ്റ് ആയിട്ടുള്ള ആ പോക്കിനെ ചെറുത്തു നിൽക്കുന്നതിൽ നിന്നാണ് സകല സഫറിങ്സും. നിങ്ങളുടെ ഇന്ദ്രിയപരമായ, ശാരീരികപരമായ ബുദ്ധി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഹൃദയമിടിപ്പ് ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്ത് ബുദ്ധിയാണ് ഹൃദയമിടിപ്പിനെ ചലിപ്പിക്കുന്നത്? ഏത് ബുദ്ധിയാണ്? ഏത് ബുദ്ധിയാണ്? സങ്കല്പിക്കരുത്, സങ്കല്പിക്കരുത്, ഏഹ്? സങ്കല്പിക്കരുത്. ഏത് ബുദ്ധിയാണ്? സങ്കല്പിക്കരുത്. ഏത് ബുദ്ധിയാണ് ഹൃദയത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സങ്കല്പിക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിശബ്ദമായ ഒരു ഏകോപനം, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ചലിപ്പിക്കുന്ന സിസ്റ്റത്തിന്റെ ഏകോപനം. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും. ആൾ സമർപ്പിതനാണോ എന്നത് മാത്രമാണ് കണ്ടീഷൻ. അല്ലാതെ ഇവിടെ റിലീജിയൻ ഒന്നും ഇല്ല. ഇത് റിലീജിയൻ ഇല്ല.
മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതല്ലേ എല്ലാ മനുഷ്യ സമൂഹത്തെയാണ് ഉപനിഷത്തുകളും വേദങ്ങളും അഭിമുഖീകരിച്ചത്. എവിടെയെങ്കിലും നിങ്ങൾ ഇന്ന മതം എന്ന് പറഞ്ഞ് അഭിമുഖീകരിച്ചോ? ഏതെങ്കിലും, അതായത് പുരാതന ധർമ്മങ്ങളൊന്നും മതത്തെ വിളിച്ച് അഭിമുഖീകരിച്ചിട്ടില്ല. ഇനി നിങ്ങളുടെ വിശുദ്ധ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്ക്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ സമൂഹമേ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തത്. യേശു ആരെയാണ്? ലോകത്തുള്ള സകല ആളുകളെയും വിളിച്ചിട്ടാണ് സകല ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരോടുമാണ് അഭിസംബോധന ചെയ്തത്. അതിനെ ഏതെങ്കിലും ചില ആളുകൾക്ക് വേണ്ടി ഇപ്പൊ അറബികൾക്ക് വേണ്ടി മാത്രമാക്കി മാറ്റി, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാക്കി മാറ്റി, ജൂ- ജൂത വിഭാഗത്തിന് വേണ്ടി മാത്രമാക്കി മാറ്റിയതൊക്കെ ആരാണ്? അവരിലുള്ള ആളുകളാണ്. അവരിലുള്ള ആളുകളാണ്. ആ വിഭാഗത്തിൽ മാത്രമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 സിസ്റ്റം അവരവിടെ ഉണ്ടാക്കി. ഇവിടെയാണ് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ പ്രതിഫലനം നിങ്ങൾ പ്രേരിപ്പിക്കേണ്ടത് ബുദ്ധി ചിന്തിക്കുകയാണോ അതോ സംഘടിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ബുദ്ധി ചിന്തിക്കുകയാണോ ചെയ്യുന്നത്, സത്യത്തിൽ സംഘടിപ്പിക്കുകയാണോ? പ്രപഞ്ചത്തിന് ഒരു നിയന്ത്രണം ആവശ്യമുണ്ടോ? പ്രപഞ്ചത്തിന് ഒരു നിയന്ത്രണം ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പ്രപഞ്ചത്തിന് ഒരു നിയന്ത്രണം ആവശ്യമുണ്ടോ അതോ സ്വയമേവ ഉള്ള ഒരു ക്രമമാണോ ആവശ്യമുള്ളത്? ഇതൊക്കെ എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്തിനാണ് ഭൂമിയിൽ ജനിച്ചത്, നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ദൈവീകത പ്രതിഫലിപ്പിക്കാൻ. അതൊക്കെ നിങ്ങൾ പഠിച്ചു നോക്ക്, നിങ്ങൾക്ക് കിട്ടും. എന്തിനാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ കണ്ടെത്തണം. യു ക്യാൻ. അതൊക്കെ വിശദമായി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലെ ചാനല് ഇത് കേട്ടു നോക്ക്. അത് ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു മിനിറ്റ് കൊണ്ടും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് വിശദമായി ഒരാൾക്ക് സ്വയം ഉണ്ടാകേണ്ട ബോധമാണത്. ചുമ്മാ എന്താ ചുമ്മാ എന്തിനാ ഈ ഭൂമിയിൽ വന്ന് ഇത്രയും ബുദ്ധി കിട്ടിയത്? ആദ്യമായി കയറുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 വീഡിയോ എങ്കിലും നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കണ്ടു നോക്ക്. മിറാക്കിൾ മിഷൻ ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ. ഈ ഉൾക്കാഴ്ച എവിടെ നിന്നാണ് വരുന്നത്? ചോദ്യം ചോദിക്കും നിങ്ങളോട്. ഉൾക്കാഴ്ച എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഈ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് വരുന്നു? ധാർമ്മികത പഠിപ്പിക്കുകയാണോ അതോ ഓർമ്മിച്ചെടുക്കുകയാണോ? ധാർമ്മികത ആരെയും പഠിപ്പിക്കണ്ട. ധാർമ്മികത ആരെയും പഠിപ്പിക്കണ്ട. ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളിലുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവരെ. അവരെ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. ഇവനെ നന്നാക്കണം, അവനെ നന്നാക്കണം. കീഴടങ്ങൽ എന്ന് പറഞ്ഞാൽ ഒരു വിന്യാസം, അതായത് മൊത്തം ലയിക്കലാണോ? സറണ്ടർ. സറണ്ടർ എന്നാൽ ഈ ആ പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേരലാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ സറണ്ടർ എന്ന് പറയുമ്പോ കീഴടങ്ങൽ എന്നാ നിങ്ങളെ വിചാരം. കീഴടങ്ങലല്ല. ആ പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേരുന്നതാണ്. ലയിക്കുകയാണ് അവിടെ. പിന്നെ നിങ്ങൾ മരിക്കുന്നില്ല അവിടെ. നിങ്ങളുടെ ശരീരം മാത്രമേ പിന്നെ മരിക്കുള്ളൂ. മരണമില്ല. കാരണം ആ ഒരു കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് ഉണ്ടായി വരും. എന്താണ് യാഥാർത്ഥ്യം എന്ന കോൺഷ്യസ്നെസ്? അവിടെ കീഴടങ്ങൽ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ലയിച്ചു ചേരുകയാണ്. നിങ്ങൾ ഒരു തകർന്ന പ്രപഞ്ചത്തിലെ ഒരു കഷ്ടപ്പെടേണ്ട ഒരു കഷ്ണമല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു തകർന്നു പോയ ഒരു പ്രപഞ്ചത്തിലെ മൊത്തം കഷ്ടപ്പെടേണ്ട ഒരു കഷ്ണം, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. തകർന്ന് പൊട്ടിത്തെറിച്ചു പോയ ഒരു പ്രപഞ്ചത്തിലെ ഒരു ഒരു പീസ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഒരു കഷണം അല്ല. നിങ്ങൾ അനന്തമായ ഒരു ക്രമത്തിന്റെ ഒരു പ്രാദേശികവൽക്കരിച്ച ഒരു പ്രകടനമാണ്. പ്രകടനം, പ്രതിഫലനം. ആത്മീയമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല. ഒരിക്കലുമല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്.
ശരിയാണ്, ആ മാർഗം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അത് അവർ കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് നന്നായി അങ്ങനെ ജീവിച്ചോട്ടെ. ഒന്നും തെറ്റല്ല ഇവിടെ. ഇവിടെ നിരീശ്വരവാദിയും തെറ്റല്ല, മതവാദിയും തെറ്റല്ല, ആരും തെറ്റല്ല. സന്യാസിയായി പോയി കുടുംബം ഉപേക്ഷിച്ചു പോകുന്നതും തെറ്റല്ല, ഒന്നും തെറ്റല്ല. ഒന്നും തെറ്റല്ല ഇവിടെ. ആത്മീയമായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നല്ല. അത് എന്താണോ ഈ സൃഷ്ടിച്ച ബുദ്ധിയുമായി സഹകരിക്കുക, അണ്ടർസ്റ്റാൻഡിങ്. ലോകത്തെ സൃഷ്ടിച്ചത് ബുദ്ധിയുമായി അണ്ടർസ്റ്റാൻഡ് ആകുക, കോൺഷ്യസ്നസ്സുമായി സഹകരിക്കുക, അത്രേ ഉള്ളൂ. ഈ വഴിക്ക് നമുക്ക് സത്യത്തിൽ വരാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഈ വഴിക്ക് വരുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഒരു ലൂപ്പിൽ പെട്ടത് കൊണ്ടാണ് വരുന്നത്. വേറെ ഒരു സാധനവും റിട്ടേൺ വരുന്നില്ല മനുഷ്യനല്ലാതെ. മനുഷ്യനല്ലാതെ ഈ ചക്രത്തിൽ വേറൊരു സാധനവും റിട്ടേൺ വരുന്നില്ല. ഈ കഷ്ടപ്പാടിന്റെ, ബുദ്ധിമുട്ടിന്റെ കാരണമറിയാത്ത ഈ ജന്മത്തിന്റെ വഴിയില് മനുഷ്യനല്ലാതെ വേറെ ആരും തിരിച്ചു വരുന്നില്ല. മനുഷ്യൻ മാത്രമാണ് സിസ്റ്റത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ചലിക്കുന്നത്. വേറെ ഒന്നും ചലിക്കുന്നില്ല സിസ്റ്റത്തിന് ഓപ്പോസിറ്റ് ആയിട്ട്. മനസ്സിലായില്ലേ? മനുഷ്യനായത് കൊണ്ടാണ്. മനുഷ്യനല്ല, പക്ഷെ മനുഷ്യനല്ലാതെ വന്നവരും ഉണ്ട്. എന്തോ കാരണം കൊണ്ട് ഈ വഴിക്ക് വന്നവരും ഉണ്ട്. എന്തോ പറ്റിപ്പോയി, എവിടെയോ. ഉം. എന്ത് ചെയ്യാൻ പറ്റും? ആ റൂളില് ഓപ്പോസിറ്റ് ആയിട്ട് എവിടെയോ എന്തോ പ്രവർത്തിച്ചു. റൂളിന് ഓപ്പോസിറ്റ് ആയിട്ട് ശ്രീരാമൻ പ്രവർത്തിച്ചതാണ് ബാലി സുഗ്രീവ കഥയിലെ ആ വധം, അമ്പ ചെയ്തത്. അത് ആ സിസ്റ്റത്തിന്, റൂളിന് ഓപ്പോസിറ്റായി പ്രവർത്തിക്കാൻ ഒരു ഒരു ഭഗവാന് പോലും കഴിയില്ല എന്നതാണ്. അത് നിങ്ങൾ അതിന്റെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ചുമ്മാ കഥ കേൾക്കാലും പോലെ നിങ്ങൾ ഇതിനെ കാണരുത്. ഒരു കഥയല്ല ഇത്. കഥയല്ല ഇത്, ജീവിതമാണ്. ഓക്കെ, കഥയല്ല ഇത്, ജീവിതം. ഓക്കെ, ഈ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയല്ല, അത് ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അതേ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്, കൃഷ്ണനായി വന്ന് കാലിൽ അമ്പേറ്റ് മരണപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് പോലും ഈ റൂളിൽ നിന്നും, ഈ പ്രാപഞ്ചിക റൂളിൽ നിന്നും എസ്കേപ്പ് ആകാൻ പറ്റില്ല. എസ്കേപ്പ് ആകാൻ പറ്റില്ല. ഒരു റൂൾ പഠിപ്പിക്കുക നമ്മളെ. റൂൾ പ്രാപഞ്ചികമായ നിയമത്തിൽ നിന്നും ഒരു മര്യാദാ പുരുഷോത്തമന് പോലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം, എത്ര കോടി ദൂരം അകലത്തിലാണ്, എത്ര കോടി ദൂരം, പ്രകാശവേഗത്തിന് അപ്പുറത്തുള്ള ഒരു ദൂരം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എത്രയോ ദൂരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന്, എത്രയോ ദൂരത്തിൽ. ഓക്കെ.
അപ്പോ വീടെത്തിയില്ലേ? അപ്പൊ ഇത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക, വിശദമായി മനസ്സിലാക്കുക. ആദ്യമായിട്ട് കയറുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ യൂട്യൂബ് വീഡിയോസ് കേട്ട് മനസ്സിലാക്കുക.